സോ എല്ലാവർക്കും ഞാൻ ചെമർസി ഗെയിമിംഗ് ഹാപ്പി. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾക്കൊരു ലിങ്ക് കിട്ടിയില്ല. ആ ലിങ്ക് നമ്മൾ കൊണ്ട് പേസ്റ്റ് ചെയ്ത് സെറ്റ് അപ്ഡേറ്റ് പറഞ്ഞ സെറ്റ് അപ്ഡേറ്റ് അല്ല സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ നമ്മുടെ വീടിന് മൊത്തത്തിൽ മാറി. നമ്മൾ ഇവിടെ ഫോർച്യൂണർ എന്ന് കിടക്കുന്നുണ്ടായിരുന്നു, അത് അവിടെ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇവിടെ ഒരു റാമ്പ് വന്നു, അവിടെ കൊണ്ടിട്ടു. പിന്നെ ഇവിടെയൊക്കെ കുറേ വാളകൾ വന്നു. പിന്നെ അവിടെ ഒരു ലൈറ്റ് വന്നു. ഇവിടെ കുറേ ലൈറ്റ്സുകൾ വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ലൈറ്റ് എടുത്ത് മാറ്റണം, കുറച്ച് ഓവറായി വന്നിട്ട് ഡൗട്ട്. അത് എടുത്ത് മാറ്റണം കുറച്ച് ലൈറ്റ്. പിന്നെ ഇത് വന്നു ഇവിടെ. പിന്നെ കുറച്ച് ചെടികളൊക്കെ വന്നു. പിന്നെ അപ്പുറത്ത് മരങ്ങളൊക്കെ ഈ സൈഡിൽ. പിന്നെ പാർക്കിംഗ് ഏരിയ ആയിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് ഏരിയ. പക്ഷെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ നടുക്ക് ഈ സാധനം വന്നാൽ നല്ല സ്പീഡിൽ ഓടി നീന്താൻ പറ്റൂല. പിന്നെ ഇവിടെ കുറേ ഈ പ്രോപ്സൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ ബൈക്ക് പാർക്കിങ്. പിന്നെ സൈഡിലൊക്കെ മരങ്ങൾ വെച്ച് ഞാൻ ബൈക്കായിട്ട് ഓടിച്ച് കാണിച്ചു തരാം. ഇവിടെ ബൈക്ക് നിർത്താനുള്ള സെക്ഷൻ. ഇവിടെ കുറേ മരങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെയും കുറേ മരങ്ങളുണ്ട്. ജുറാസിക് പാർക്കിലുള്ള വലിയ മരം. പിന്നെ ഇവിടെ കാറൊക്കെ നിർത്താനുള്ള ഗ്യാപ്പ്. ഇവിടുന്ന് ഈ ഒരു ലൈറ്റ് എടുത്ത് മാറ്റണം, വേണ്ട അത് അവിടെ ഇരുന്നോട്ടെ. ഈ ഒരു ലൈറ്റ് എടുത്ത് മാറ്റല്ലേ, വേണ്ട കുഴപ്പമില്ല, ഒക്കെ ഇരുന്നോട്ടെ അല്ലേ. അപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ പിന്നെ എന്തൊക്കെ കുറേ പ്രോപ്സ് വെച്ചിട്ട് എന്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫാം ഏരിയ വന്നിട്ടുണ്ട്. ഫാം ഏരിയ കാണിച്ചു തരാം. ഈ ഒരു ബിൽഡിങ്ങിലാണ് ഫാം ഏരിയ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഫാം ഏരിയയിൽ കൂടെ നമ്മളിപ്പോൾ കയറി പോയത്. ഇവിടെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാം ഗൈസ്. ഈ ഭാഗം ഇവിടെയൊക്കെ കുറേ കൃഷികളൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ കുറേ പ്രോപ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ മരങ്ങൾ താഴ്ത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ പാർക്കിംഗ് ഏരിയ, എന്തോ ഒരു സെക്ഷൻ അതൊന്നുണ്ട്. ഇവിടെ എന്തൊക്കെ പാർക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ അതേപോലെ ഉണ്ട്. ഇവിടെ ഗ്രില്ലൊക്കെ വെച്ച് മറിച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലേക്ക് ഇത് കൂടെ ഇനി കടക്കാൻ പറ്റൂല തോന്നുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും കാട്ടിയില്ല. മരങ്ങളല്ല, മൊത്തം മരങ്ങൾ കാരണമില്ല. ഇവിടെ ഇങ്ങനെ വാള വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ വല്ലാതൊന്നുമില്ല. പിന്നെ സ്കൂൾ ആയിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ട് എന്തായാലും ഇനി നമുക്ക് കാണാം ഗുയ്സ്. സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ട് സച്ചിത്ത് നീരേ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ പാടാൻ വരാം. എന്നാലും സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം ഗുയ്സ്. അവിടെ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെയാണ് സ്കൂൾ ഇതാ കാണണം. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കാണിച്ചാൽ അത് റിവേഴ്സുമാണ്. നമ്മളിന്ന് എടുത്തിറങ്ങിയ ബൈക്ക്, അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നില്ല. എന്നാലും ഈ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ്. ഫസ്റ്റ് സ്പ്ലെൻഡർ അല്ല എന്തോ ഇല്ല, എന്താ ചേട്ടെ. ഇവിടെ അതാ ബസ്സൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. പിന്നെ ഒരു ഈ സാധനം ഇതിൻ്റെ മുകളിൽ വേറൊരു ബിൽഡിങ് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. അതെന്തായാലും ജോക്കായിട്ടുണ്ട്, സംഭവമൊക്കെ ഇഷ്ടപ്പെട്ട്. പിന്നെ ഇവിടെ കുറേ പാർക്ക് ചെയ്യാം. പിന്നെ വന്നിരിക്കുന്നത് വേറൊരു ന്യൂ ഹൗസാണ്. ഹൗസൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ കുറേ ലൈറ്റ്സ്, വാള്, പിന്നെ ഇവിടെ ഒരു ലൈറ്റ്സ്. എന്തായാലും ഇത് വരുന്നത് നമ്മുടെ ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ, നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ. പിന്നെ സൂ വന്നിട്ടുണ്ട്. സൂവും കാണിച്ചു തരാം. പിന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ഹൗസ് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ നേരെ പോവുകയാണ്. ഇതാ കാണുന്നു നമ്മുടെ ന്യൂ ഹൗസ്. ഈ ഹൗസൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. ഇവിടെ കണ്ട ഇങ്ങനൊരു സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു റാമ്പ് പോലത്തെ സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഡയറക്റ്റ് പൊന്തിയിട്ടായിരുന്നു. മറ്റേ കാറൊന്നും കയറിയിട്ടായിരുന്നില്ല. ഇതിപ്പോൾ വെച്ച് കാറൊക്കെ കയറുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ പിന്നെ പാർക്കിംഗ് ഏരിയ അവിടെ കണ്ട് ഇല്ലേ. പിന്നെ ഇവിടെ എന്തൊക്കെ കുറേ കാട്ടിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല, ഈ സാധനം എന്തിനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഓവർ ലൈറ്റ്സുകളായിട്ടുണ്ട്. അതിൽ നിന്ന് ഈ രണ്ടെണ്ണം എടുത്ത് മാറ്റണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ചില ലംബോർഗിനി ഒന്നും കയറുന്നില്ല കേട്ടോ. അപ്പോൾ ലംബോർഗിനിയൊക്കെ നമ്മൾ ഇതിൽ കൂടെയാണ് കയറ്റാറ്. അപ്പോൾ കയറ്റുമ്പോൾ എന്നിട്ട് ഈ വഴി കൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടുന്ന് 2 ലൈറ്റ് ഇടിച്ച് മാറ്റണം, എന്നാലേ നമുക്ക് കാറൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഗുയ്സ്. പിന്നെ വന്നിരിക്കുന്നത് മാറ്റം നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ മുന്നേ അടുത്തുള്ള സ്ഥലം ഷോറൂമിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്.
അവിടെ പോയിട്ട് കാണാം. പിന്നെതാ മാറ്റാതാ നമ്മുടെ ഷോറൂമാണ്. ഷോറൂമിൻ്റെ ഇവിടെ ഒക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഓർമ്മ വന്നില്ല പണ്ടത്തെ ഷോറൂമിൻ്റെ മുഖം. പിന്നെ ഇവിടെ കുറേ മരങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. നമ്മൾ വേറൊരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് പോയിട്ട് ഇതാണ് ഇപ്പം നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ട് കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ പ്ലെയിൻ അവിടെ കുറച്ച് മരങ്ങൾ നമ്മൾ പിടിപ്പിക്കുന്നതാവും. അതേപോലെ നേരത്തെ കണ്ട പോലെ ഇവിടെ ഉണ്ട് കുറേ. പിന്നെ കുറേ ലൈറ്റ്സ് വെക്കുന്നുണ്ട്. എന്തിനേലും ഇല്ലെങ്കിൽ ഇത്രയും തോന്നെ ലൈറ്റ്സ് ഒക്കെ വെക്കുന്നുണ്ട്. എനിക്ക് പിടിക്കാത്തത് അങ്ങനെ വെക്കാച്ചെങ്കിൽ എന്നാൽ പിന്നെ ഇവിടെയും കൂടി വെക്കാറുണ്ട്. അവിടെ ഉണ്ട് അല്ലേ അത്യാവശ്യത്തിന്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ കുറേ നൈസായിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കുറച്ച് മരങ്ങളും വേണമായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ കുറേ ഇങ്ങനത്തെ സാധനങ്ങൾ വന്നു. മുകളിലൊന്നുമില്ല കേട്ടോ. മുകളിൽ പഴയ പോലെ തന്നെ. പിന്നെ നമ്മുടെ ഇത് വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലാട്ടാ. കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്താണെന്ന് വെച്ചിട്ട് ഞാൻ ഇടിക്കല്ലേ ഇടിച്ചു. നമ്മുടെ മറ്റേ റേസിങ് പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നില്ല ഇവിടെ, അത് പോയിട്ടുണ്ട്. അത് കളഞ്ഞു നമ്മൾ ഗെയിമിൽ നിന്ന്. പിന്നെ മാറ്റമുള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. പിന്നെ ബീച്ചിൻ്റെ ഇവിടെ ഒന്നും വല്ലായിട്ടില്ല തോന്നുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ പോയി നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ കണ്ട് ശ്രദ്ധിച്ച ഭാഗങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഈ സാധനം എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഫാം ഏരിയ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നോന്ന് ഡൗട്ടുണ്ട്. ഫാം ഏരിയ ആണോന്നൊരു ഡൗട്ടുണ്ട് കേട്ടേക്ക് ഈ സംഭവം കണ്ടിട്ട്. കാരണം അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനും വെച്ച് എനിക്ക് പിടികിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും അല്ലേ ഗൈസ്. ഇവിടെ കുറേ മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ മാറ്റമുള്ളത് എവിടെയാണ്? നമ്മുടെ ഏറ്റവും പഴയ ഹൗസിൽ ഇപ്പം ഇവിടെ നമുക്ക് ടോട്ടൽ 3 houses ആയി. പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്തൊരു സ്ഥലം വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പഴയ ഹൗസിലോട്ട് പോവാം ഗൈസ്. അവിടെ എത്തിയിട്ട് കാണാം. ഏറ്റവും പഴയ ഹൗസ് കണ്ട മുകളിലൊരു ബിൽഡിങ് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ജനറേറ്റർ വന്ന് ഇപ്പോൾ കണ്ടില്ലേ. ഇവിടെ പിന്നെ കുറേ വാൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ്സുകളും ഉണ്ട്. പിന്നെ ഒരു പ്രോപ്സ്. പിന്നെ കുറേ മരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം നൈസായിട്ടാ ഇവിടെയൊക്കെ മാറ്റിയിട്ടാ അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലായിടത്തും പ്രോപ്സും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഈ പൂൾ എന്തിനാ വെറുതെ അങ്ങനെ ഇതാക്കി വെച്ച് അവിടെ പ്രോപ്സ് എന്തെങ്കിലും ഇട്ടിട്ട് അവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ അറിഞ്ഞില്ലേ. എങ്കിൽ നമുക്ക് ആക്കാം. പൂളായിട്ട് അല്ലാതെ ഗുണമൊന്നും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ആക്കാം. അങ്ങനെ കെടുന്നോട്ടല്ല. അങ്ങനെ കെടുക്കുമ്പോൾ രസമുണ്ട് സംഭവം. പിന്നെ എന്താ കാട്ടിയേക്കുന്നുള്ളിൽ അതൊക്കെ ഒന്ന് നമുക്ക് പോയി കയറി നോക്കാം. നമ്മുടെ പഴയ പുതിയ ഹൗസിൽ പിന്നെ രണ്ടാമത്തെ ഹൗസിൽ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഉള്ളിൽ. അല്ല ഇതെന്തൊരു സംഭവം. ഇങ്ങനത്തെ വാളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണില്ലേ. മറ്റേ നൈറ്റ് കിടന്നുറങ്ങണമൊക്കെ എല്ലാവരും കാണൂല്ലേ. ഇങ്ങനത്തെ വാള് വെച്ച് മറ്റേ വാള് വെക്കണ്ട. റോയിത് ഗെയിമിങ് എന്താ കാട്ടണം. അന്തം മണൊന്നും ഇല്ലേ. അല്ല അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കിടക്കാം. അടിപൊളി. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് പൊളിയായിരുന്നു കേട്ടാ. റോയിത് ഗെയിമിൻ്റെ മണ്ട അടിപൊളി കേട്ടാ. പിന്നെ റൂമുകളിൽ വല്ലാതെ മാറ്റമൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഇവിടെയാണ് കുറേ ജനറേറ്റേഴ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാന്നൊക്കെ ഒന്നും പിടിയിട്ടിട്ടില്ല. ഇവിടുത്തെ കുറച്ച് റൂമുകളിൽ മാത്രം അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ ചെറിയ മാറ്റമുണ്ട്. അടുക്കള ഇതെന്താ പോവാത്ത ഫ്രാങ്ക്. അടുക്കളയിൽ ജനറേറ്റർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വീണ്ടും. പിന്നെ ഒരു വേസ്റ്റ് ബിന്നും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അല്ലാതെ പിന്നൊന്നുമില്ല. പിന്നെ മാറ്റം ഇതിൻ്റെ ഇവിടെ പിന്നെ കണ്ടമാനം വേസ്റ്റ് ബിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മതിൽ ചാടി പോവാം തൽക്കാലം. ഞാനിപ്പോഴത് ശ്രദ്ധിച്ചിട്ടാ. ഇപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ച്. ഇതിൻ്റെ മണ്ടയിലൊരു കുന്തം അപ്പോൾ കാണിച്ചു തരാം. മുകളിൽ കുറേ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ റോയിത് ഗെയിമിങ് അല്ല ഇതെന്താ ഇവിടെ എന്തത് മുനിസിപ്പാലിറ്റി ആണോ? കണ്ടമാനം വേസ്റ്റിന് വെച്ചിട്ടുണ്ട്. അല്ല ഇതിപ്പോൾ എന്താ അംഗം. അല്ല ഇതെന്തത് എന്താണ് രോഹിത്തെ കാണിക്കണ്. ഇത് കണ്ട
അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് അപ്ഡേറ്റ് വന്ന സ്ഥലത്തേക്ക് നമുക്കിനി പോവാം. ഇവിടെയൊക്കെ കുറേ മരം വന്നിട്ടുണ്ട്, ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ ഉള്ളത്. ഇനി അടുത്ത സ്ഥലം റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ പോയിട്ട് കാണാം. കണ്ട് ഇവിടെ എന്തൊക്കെ കുറേ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, അത് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും ആള് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഭാഗം കളഞ്ഞു കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേഷനിൽ അയ്യോ ഇത് പൊളിയായിട്ടാ, ഈ സാധനമൊക്കെ ഇഷ്ടപ്പെട്ട്. ഇനി മഴ ഒന്നും വല്ലാതെ കൊള്ളൂല. ഇവിടെ ഉണ്ട് കേട്ടാ അതേപോലെ സാധനം. പിന്നെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വേറൊരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെയാണ് എന്താണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത്. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഗുയ്സ്. ഇവിടെ എന്തൊക്കെ കുറേ സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്താണ് പിടികിട്ടിയിട്ടില്ല. ഇവിടെ എന്തെങ്കിലും നമുക്ക് ചെയ്ത് വെക്കാം, എങ്ങനെ ആയാലും ബാർഗിന് സ്ലോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ബൈ. സോ ആൻഡ് സീ നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ, ബി സേഫ് ആൻഡ് ബൈ.